നവോത്ഥാനവും പുനരുജ്ജീവനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഏത് പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, എനിക്ക് പക്ഷമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ പക്ഷമാണ്, CPM-ന്റെ പക്ഷം. ലോകത്തെ ഏറ്റവും മാരകമായ പുനരുത്ഥാനവാദം എന്ന് പറഞ്ഞാൽ മാർക്സിസമാണ്. മാർക്സിസത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച്, സോക്കോൾഡ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പുനരുത്ഥാനവാദം എന്ന് പ്രയോഗിക്കുന്നതാണ് പൂർവ്വ മാതൃകകൾ, പ്രവാചകന്റെ മാതൃകകൾ സ്വീകരിക്കുന്നതാണ്. മാർക്സിസത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ പ്രിമിറ്റീവ് മാർക്സിസം. ഇപ്പൊ അഭിലാഷില്ല ആധുനികമായ ഒരു പ്രിമിറ്റീവ് മാർക്സിസമാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടായ കാലം. മുസ്ലിങ്ങളെ കുറിച്ച് CPM-മാർ പറയും 6-ാം നൂറ്റാണ്ടിലെ ഇതെന്നാണ്. നോക്കൂ, 6-ാം നൂറ്റാണ്ട്, 1-ാം നൂറ്റാണ്ടുകൾ തുടങ്ങുന്നതിലേക്ക് മുമ്പേ മനുഷ്യൻ തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന മനുഷ്യാവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. അതാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പൊതു ഉടമസ്ഥതയാണ്, സ്വകാര്യ മൂലധനമില്ല, എല്ലാം പൊതു ഉടമസ്ഥതയാണ്. സ്വന്തമായ കുടുംബമില്ല, സ്വന്തമായ ധനമില്ല, സ്വന്തമായ ഭാര്യയില്ല, സ്വന്തമായ കുഞ്ഞുങ്ങളില്ല. യഥാർത്ഥ റിവൈവലിസം, മാരകമായ റിവൈവലിസം എന്താണ്? ഈ പ്രിമിറ്റീവായ മനുഷ്യന്റെ ആദികുലത്തിൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് വേറെ അങ്ങനെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ മാക്സ് നമ്മളെ പഠിപ്പിച്ച എന്താണ്? നമ്മൾ അതിലേക്ക് തിരിച്ചു പോകണം. അതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി മനുഷ്യന്മാരെ സംഘടിപ്പിച്ചിട്ട് ഒരു ദിവാസ്വപ്നം മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു കളഞ്ഞൊരു പ്രസ്ഥാനമാണിത്. ഇപ്പം സ്റ്റാലിന്റെ കാര്യം എടുക്കും, മാവോയുടെ കാര്യം എടുക്കും, പോൾപോട്ട് കാര്യം എടുക്കും, അൻവറോജയുടെ കാര്യം എടുക്കും, ചെഷസ്കിയുടെ കാര്യം എടുക്കും. യാരുടെ കാര്യം എടുത്താലും എന്താണ് ഡിബേറ്റ്? ഈ മനുഷ്യർ എത്ര മില്യൺ ആളുകളെയാണ് കൊന്നത്? വാട്ട്സ് എക്സാക്ട് കൗണ്ട് എന്നതിലാണ് ഡിബേറ്റ്. അവർ 6 മില്യൺ ആണോ കൊന്നത്, അതല്ല 8 മില്യൺ ആണോ കൊന്നത് എന്നാണ് ഡിബേറ്റ്. അവർ മില്യൺസിനെ കൊന്നോ എന്ന കാര്യത്തിൽ there is no debate at all. The only debate is on body count. നോക്കൂ അഭിലാഷേ, ഇത് ഒന്നോരുടെ മനുഷ്യർ മില്യൺ കണക്കിന് മനുഷ്യരെ കൊന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ പരമമായിട്ടുള്ള റിവൈവലിസം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, മനുഷ്യ സമുദായത്തിന്റെ ചരിത്രത്തിൽ, ആധുനിക ചരിത്രത്തിലല്ല, ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ എങ്ങനെ കൊല്ലാം എന്ന് തെളിയിച്ച ഒരേ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം.